എന്റെ വീട്ടിൽ ആര് വന്നാലും കള്ളനല്ലാത്ത ആര് വന്നാലും വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളെ കാണാൻ വന്നാൽ കയറിയിരിക്കാൻ പറയും വെള്ളം കൊടുക്കും. ഞാന് കാണല് ഇതില് നോറയുടെയും മറ്റേ അവര് തമ്മിലുള്ള കുറെ ഇത് കാണലുണ്ട്. അപ്പൊ അതിൽ തന്നെ മലയാളിയുടെ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവര് തമ്മില് പിരിയണം ആഗ്രഹിച്ചിട്ട മലയാളികൾ അവര് തമ്മിൽ സ്നേഹിച്ചെടുക്കണ ഇവിടെ എന്താ കുഴപ്പം. അതിൽ കുറെ കമന്റ്സ് കാണും, ഇവര് തമ്മിലൊന്ന് പിരിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് കാണും. പക്ഷെ എനിക്ക് അത് കാണുമ്പോ അവരുടെ ഒരു സ്നേഹം പരിപാടിയൊക്കെ നമുക്ക് ഓക്കെ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടസ്റ്റന്റ് ലക്ഷ്മി തന്നെ അത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രീതിയിലായിരുന്നു. അതിനോട് എന്താ പറയാ അല്ല അങ്ങനെയല്ല, അതിനുള്ള മറുപടി ലാലേട്ടൻ കൊടുത്ത സാധനം വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ ബെസ്റ്റ്, അതിൽ വേറെ മറുപടി ഒന്നുമില്ല. മക്കളുടെ വീട്ടിലൊക്കെ വരികയാണെങ്കിൽ കേട്ടു ആദിലൂറ അല്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്ട് അവര് വരും. എന്റെ വീട്ടിൽ ആര് വന്നാലും കള്ളനല്ലാത്ത ആര് വന്നാലും വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളെ കാണാൻ വന്നാൽ കയറിയിരിക്കാൻ പറയും വെള്ളം കൊടുക്കും. അല്ല ലക്ഷ്മി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വീട്ടിൽ കേട്ടില്ല, എന്റെ വീട്ടിലേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എല്ലാരും ഭയങ്കര അല്ല എന്റെ വീട്ടിലൊക്കെ വന്നാൽ നമ്മള് കേട്ടില്ല. അവർക്കിപ്പോ എന്താ നല്ല നല്ല കുട്ടികളല്ലേ, അവരെന്താണ് ഒരു പ്രശ്നം. വേറെ ഞാൻ കണ്ടെടുത്തോളം അവര് നല്ല അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നു. അവര് ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് ലൈഫിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ. എന്താ അവർക്കൊരു കുഴപ്പം? നീ എന്താണ് ആ ചോദ്യം ചോദിക്കാൻ കാരണം? അത് എല്ലാരും ചോദിക്കുന്നുണ്ട്. അത് കാരണം ചോദിച്ചാ എല്ലാരും ചോദിക്കണ കാരണം ചോദിച്ചാ നിന്റെ വീട്ടിൽ നീ ഞാൻ മത്സരമായിട്ട് കാണാൻ എനിക്ക് വേണ്ട കുഴപ്പമൊന്നുമില്ല. അതന്നെ ഞാനും പറഞ്ഞത്. അപ്പൊ അത്രേ ഉള്ളൂ. ചോദ്യം പറഞ്ഞേ ഞാൻ ഈ ചോദ്യം ഉപയോഗിക്കുന്ന ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെതിരായിട്ടാണ്. അല്ല അതിപ്പോ ലക്ഷ്മിയുടെ തോട്ടം ഞാൻ അതിനും ഇഷ്ടമല്ല. ഓരോരുത്തർക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ നിനക്ക് ഇഷ്ടമാണെന്നുണ്ടോ? ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. പക്ഷെ പേഴ്സണലി ഇവരെ ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും. ഇതൊന്നും അത്ര വലിയ മാറ്റർ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് വലിയ വിഷയമായി മാറുന്നത്. ഒരു കാര്യം റിവീൽ ചെയ്യാം. പലരും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സീക്രട്ട് ഏജന്റ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ എമൗണ്ട്, ബിഗ് ബോസിന് കിട്ടിയ എമൗണ്ട്, അതായത് ഡെയിലി പേയ്മെന്റ് 55,000 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 25 ആക്കി. നോമർക്ക് എത്ര ഡെയിലി പേയ്മെന്റ് കിട്ടിയില്ല? എനിക്ക് 30,000 പെർ ഡേ 30,000 വെച്ചിട്ട് കിട്ടി. അവിടെ സീസൺ പ്ലസ് GST അതൊക്കെ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ ടോട്ടൽ ഫിഗർ ആയിട്ട് എത്രയാണ് ക്രെഡിറ്റ് ആയിരുന്നത്? അതില് ഞാന് 2 ആഴ്ച തോന്നുന്നു. പിന്നെ 30,000 പെർ ഡേ 30,000 വെച്ചിട്ട്. അപ്പൊ അവര് ഫിനാലെ കഴിഞ്ഞിട്ടാണ് കിട്ടാതെ എവിറ്റ് ആയതിന്റെ ശേഷം? അല്ല, ഫിനാലെ കഴിയുമ്പോ നമ്മൾ എവിറ്റ് ആവുമ്പോ തന്നെ അതിന്റെ 60% തരും. പിന്നെ അത് കഴിഞ്ഞ് 20% ആഫ്റ്റർ ഫിനാലെ തരും. പിന്നെ അത് കഴിഞ്ഞ് 20% കുറച്ചും കൂടി നാളെ കഴിഞ്ഞിട്ട് തരുള്ളൂ. ബിഗ് ബോസിൽ പോയ ഡിസിഷൻ ഒരു ഗുണമായിട്ടുണ്ടോ അതോ ദോഷമായിട്ടുണ്ടോ കരിയറിൽ ഡയറക്ടർ? അല്ല, എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. ഞാൻ അധികം ദിവസം ഉണ്ടായില്ലല്ലോ. അല്ല, ഞാന് അത് പുറത്താവണമെങ്കിൽ പുറത്താക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തു ആക്ച്വലി. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു ഏറ്റവും വലിയ സാധനം. അല്ല, ദോഷമായിട്ടൊന്നും വന്നിട്ടില്ല, നെഗറ്റീവ് ആയിട്ടൊന്നും. ഇല്ല, അത് അതിൽ നിന്നിട്ട് എനിക്ക് ആക്ച്വലി ഗുണമായിട്ടുണ്ടായിട്ടില്ല. കാരണം മനുഷ്യനാണോ എന്നുള്ള രീതിയിലാണ് പുറത്തുനിന്ന് അതിന്റെ ഔട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ആക്ച്വലി തന്നെ പാവം എന്ന് പറഞ്ഞു ഉള്ള കാര്യം പറയും നമ്മള്. പിന്നെ അതുകൊണ്ട് ബിഗ് ബോസ് കൊണ്ട് എനിക്ക് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് ഈ വയസ്സായിട്ട് കുറെ അമ്മമാരൊക്കെ ഉണ്ട്. അവരൊന്നും ഫിലിം കാണാത്ത ഓഡിയൻസ് ആണ്. അപ്പൊ അവർക്കൊക്കെ നമ്മളിപ്പോ കാണുമ്പോ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചറിയും.